ടൊവിനോ തോമസ് നായകനായി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിലെ ഓരോ രംഗങ്ങളും സംഭാഷണങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുമുണ്ട്. സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും സോഷ്യൽ മീഡിയ റീലുകളിൽ തരംഗം സൃഷ്ടിച്ചതും മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്ന ഗാനമാണ്. ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ആയതോടെ എന്താണ് ഈ മിന്നൽ വള എന്ന ചോദ്യം സാധാരണക്കാർക്കിടയിലും സിനിമാ സ്നേഹികൾക്കിടയിലും ഉയർന്നു വരാൻ തുടങ്ങി. ഈ ചോദ്യത്തിന് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഈ ഗാനം രചിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വരിയുടെ പിന്നിലെ സങ്കല്പം വിശദീകരിച്ചത്. കാളിദാസനും സീതയും ഭൂമിപുത്രയും കൈതപ്രത്തിന്റെ വാക്കുകളിൽ മിന്നൽ വള എന്ന സങ്കല്പം എത്തിച്ചേരുന്നത് മഹാകവി കാളിദാസന്റെ രചനകളിലേക്കാണ്. പുരാണ കഥകൾക്ക് സമാനമായ മനോഹരമായ ഒരു ചിന്തയാണ് ഈ വരികൾക്ക് പിന്നിലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും അത് കാളിദാസനിലാണ് പോയി എത്തിച്ചേരുക. ശ്രീരാമൻ സീതയോടുകൂടി ലങ്കയിൽ നിന്ന് തിരിച്ചു വന്നത് പുഷ്പക വിമാനത്തിലാണ്. അന്നത്തെ വിമാനത്തിൽ നിന്ന് കൈ പുറത്തേക്കിടാൻ സാധിച്ചിരുന്നു. അങ്ങനെ സീത കൈ പുറത്തേക്കിട്ടപ്പോൾ ഒരു മിന്നൽ അവളുടെ കയ്യിൽ കയറിയങ്ങ് ചുറ്റി. അതൊരു വളയായി മാറി. ഈ സങ്കല്പത്തെയാണ് മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്ന വരിയിൽ ഉൾപ്പെടുത്തിയത്. അത് സീത തന്നെയാണ്. ഈ സങ്കല്പത്തിന് മറ്റൊരു ന്യായീകരണം കൂടിയുണ്ടെന്നും കൈതപ്രം പറയുന്നുണ്ട്. വേറൊരു ന്യായം കൂടിയുണ്ട്. അവർ, അതായത് സീത, ഭൂമിപുത്രയാണ്. ഇത് എർത്താണ്. മിന്നൽ കയറി കയ്യിൽ ചുറ്റും. സീത ഭൂമിയിൽ നിന്ന് പിറന്നവളായതുകൊണ്ട് ഭൂമിയിലെ പ്രതിഭാസമായ മിന്നൽ അവളിലേക്ക് അടുക്കുന്നത് സ്വാഭാവികമാണ് എന്നൊരു കവി ഭാവന കൂടിയാണ് ഈ വരികൾക്ക് പിന്നിലെന്ന് കൈതപ്രം വ്യക്തമാക്കുന്നുണ്ട്. ഒരു സാധാരണ വരിയായി തോന്നുമെങ്കിലും ഇന്ത്യൻ പുരാണങ്ങളിലെയും ക്ലാസിക്കൽ സാഹിത്യത്തിലെയും ഭാവനയെ മനോഹരമായി ആധുനിക ഗാനത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. മിന്നൽ വള എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് യുവതലമുറയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജേക്സ് ബിജോയിയാണ്. അദ്ദേഹത്തിന്റെ സംഗീതവും കൈതപ്രത്തിന്റെ വരികളും ഒരുമിച്ച് ചേർത്തപ്പോൾ ഗാനം കൂടുതൽ മനോഹരമായി. ഗാനം ആലപിച്ചിരിക്കുന്നത് സിദ്ധ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും ചേർന്നാണ്. ഇരുവരുടെയും ശബ്ദത്തിന്റെ മാധുര്യം ഗാനത്തിന് കൂടുതൽ ജീവൻ നൽകുകയായിരുന്നു. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ, ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത എഴുത്തുകാരനുമായ അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇത് സിനിമയുടെ നിലവാരം ഉയർത്താൻ സഹായിച്ചിട്ടുമുണ്ട്. പ്രേക്ഷകർക്ക് സുപരിചിതനായ ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറുമൂട് എന്നിവർക്ക് പുറമെ ആര്യ സലീം, റിനി ഉദയകുമാർ, പ്രിയംവദ കൃഷ്ണൻ തുടങ്ങിയ യുവതാരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇവർക്കെല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ചിത്രം അവസരം നൽകിയിട്ടുണ്ട്. നരിവേട്ട ഒരു മികച്ച തിയേറ്റർ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. കൂടാതെ ചിത്രത്തിലെ മിന്നൽ വള എന്ന ഗാനം മലയാള സംഗീത ലോകത്ത് ഒരു പുതിയ തരംഗമായി മാറിയിരിക്കുകയാണ്.